എന്താണ് ഫൈബ്രോയിഡ് യൂട്രസ്? ഞാൻ ഡോക്ടർ വത്സലകുമാരി, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴകളെ ഫൈബ്രോയിഡ് എന്നാണ് പറയുന്നത്. ഫൈബ്രോയിഡുകൾ ക്യാൻസർ അല്ല. ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രസവം നീട്ടിവെക്കുന്ന ആളുകൾക്ക്, പ്രസവിക്കാത്ത സ്ത്രീകളിലാണ് അധികമായിട്ട് കാണുന്നത്. പ്രസവിച്ച സ്ത്രീകളിലും വരുന്നുണ്ട്. എന്നാലും നമ്മൾ സാധാരണ പറയുമ്പോൾ ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ ബെയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, അവരിലാണ് കൂടുതലായിട്ട് ഫൈബ്രോയിഡ് കാണുന്നത്. പിന്നെ അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ചില ഭക്ഷണ രീതികൾ തന്നെയുണ്ട്. കുറേ കൂടുതലായിട്ട് മീറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് റെഡ് മീറ്റ് എന്നൊക്കെ പറയുന്നത്, വെജിറ്റേറിയൻസിനേക്കാൾ കൂടുതലും അങ്ങനത്തെ ആഹാരം കഴിക്കുന്നവർക്കാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ അമിതമായിട്ട് രക്തമൂക്ക് ഉണ്ടാവുക, മെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര വയറുവേദന ഉണ്ടാവും. അത് പീരീഡ് ഉള്ള ദിവസങ്ങളിൽ മുഴുവൻ തുടരാം. അധികം പ്രസവിക്കാത്ത സ്ത്രീകളിലും ഇൻഫെർട്ടിലിറ്റി, അത് വന്ധ്യത ഉള്ളവരിലും. ഫൈബ്രോയിഡിൻ്റെ സ്ഥാനം അനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ മാറും. ഫൈബ്രോയിഡ് ചിലരിൽ അത് ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി വളരുന്ന രീതിയിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് രക്തം പൊക്കം ഉണ്ടാവാം. മെൻസസ് ടൈമിൽ ഭയങ്കര വയറുവേദന ഉണ്ടാകാം. ഗർഭാശയത്തിൻ്റെ മസിലിൻ്റെ ഉള്ളിൽ മാത്രം വളരുന്ന ടൈപ്പ് ഉണ്ട്. അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിലും ചിലപ്പോൾ അത് യൂട്രസ് അതിനെ തള്ളിക്കളയാൻ നോക്കുമ്പോൾ അത് ഉള്ളിലേക്ക് തള്ളി വരും. അപ്പോൾ പ്രശ്നങ്ങളായി. പിന്നെ ഗർഭാശയത്തിൻ്റെ പുറത്തേക്ക് വളരുന്ന ടൈപ്പ് ഉണ്ട്. അത് സാധാരണ അറിയാതെ പോകും. അപൂർവം ചില കേസുകളിൽ ഇത് വലിയ സൈസായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കുക. രോഗി അതിനെക്കുറിച്ച് അറിയുന്നേ ഇല്ല. ഫൈബ്രോയിഡുകളും നമ്മുടെ ആഹാര രീതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളിൽ ഗർഭാശയ മുഴ ഉണ്ടെങ്കിലും അവർക്ക് ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണാതിരിക്കാം. അതുകൊണ്ട് അവർ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുക. ചില ആളുകൾ മുഴ അവർ തന്നെത്താനെ കണ്ടുപിടിച്ചിട്ട് വരുന്നവരുണ്ട്. എങ്ങനെയായാലും ഇതൊരു ഡോക്ടറെ കാണിക്കാനായിട്ട് അമാന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. Future is Hospital. Health is happiness.